കട്ടായിപ്പോയി. മുസ്ലിം സമുദായത്തിൽ നിന്നായിരിക്കും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുക, വോട്ടുകളിൽ കൺസോളിഡേഷൻ ഉണ്ടാവുക. ഇതാണ് നേരത്തെ ഷാബു പ്രസാദ് പറഞ്ഞു നിർത്തിയത്. സൂംബയിലുള്ള പ്രതിഷേധം കണ്ടതാണ് ഒരു വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന്. പക്ഷേ ആ സമയത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഒരു വല്ലാത്തൊരു ഫിക്സിൽ പെട്ടിരിക്കുകയായിരുന്നു. കൃത്യമായി ഏതെങ്കിലും ഒരു നിലപാട് എടുക്കണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു ലീഗ്. ഇതെല്ലാം ഒന്ന് ആറിത്തണക്കട്ടെ എന്നൊരു ഘട്ടത്തിലേക്ക് ലീഗ് പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ആ പ്രതിഷേധം തണുക്കുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് ചർച്ച ചെയ്യട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ചർച്ച ചെയ്യണം, മതം മാറി നിൽക്കണം സ്കൂളുകളിൽ നിന്ന്. എന്ത് നിലപാടെടുക്കും ലീഗ്? പ്രതിപക്ഷം എന്ത് നിലപാടെടുക്കാനാണ് സാധ്യത? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു നിലപാട് വ്യത്യാസമില്ല, നിലപാടിന് യാതൊരു കുറവുമില്ല. അപ്പോൾ പഴയ സൂംബ ഡാൻസ് ആണെങ്കിലും ശരി, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യത്തിനോടാണെങ്കിലും ശരി, അദ്ദേഹം പറഞ്ഞു ഒരു മതേതരത്വ തരത്തിലുള്ള ഒരു പ്രാർത്ഥനയൊക്കെ ആവട്ടെ, ആർക്കപ്പോൾ അതിന് അഭിപ്രായ വ്യത്യാസമുള്ളത്. പക്ഷേ ഇവിടെ എന്താ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം, നേരത്തെ ഇവിടെ പല ആളുകളും ചോദിച്ച പോലെ ആരെങ്കിലും വല്ല പരാതിയും പറഞ്ഞു? കേരളത്തിൽ ഒരുപാട് മതവിഭാഗങ്ങൾ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഹിന്ദു വിഭാഗങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, അതിൽ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, അതിൽ ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും പഠിക്കുന്നുണ്ട്. മുസ്ലിം വിഭാഗം നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, അവിടെയൊക്കെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ ആളുകളൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഓരോ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പ്രാർത്ഥന ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എവിടെയെങ്കിലും ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയാണ് നമുക്ക് പരാതി കിട്ടി, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് മറ്റേ മതവിഭാഗത്തിന്റെ ആളുകളുടെ പ്രാർത്ഥന നിർബന്ധമായി ചൊല്ലിപ്പിച്ച ഒരു പരാതി കിട്ടിയെന്നാണ് പറഞ്ഞത്. അതൊരു ക്രിമിനൽ ഒഫൻസ് അല്ലേ? അങ്ങനെ ഒരു മതവിഭാഗത്തിന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധനാ കർമ്മം വേറൊരു കുട്ടിയെ കൊണ്ട്, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാക്കാത്ത കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പരാതി കിട്ടിയറിഞ്ഞ് മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തണോ വേണ്ടത്? അതിന് പോലീസ് പരാതി കൊടുക്കണം. പരാതി കൊടുക്കുക എന്ന് മാത്രമല്ല, അങ്ങനത്തെ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വ്യക്തമായി ശിക്ഷിക്കപ്പെടും വേണം. കാരണം ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനല്ലേ എല്ലാവർക്കും സ്വാതന്ത്ര്യമല്ലേ? നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25, 26 അങ്ങനെ ഒരുപാട് അവകാശങ്ങളില്ലേ മതപരമായ, നമ്മുടെ മൗലികമായ അവകാശമാണ്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ മകനെ ഒരു സ്കൂളിലേക്ക് ക്രിസ്ത്യൻ സ്കൂളിലേക്ക് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഹിന്ദു മാനേജ്മെന്റ് സ്കൂളിലേക്ക് പറഞ്ഞേക്കാം. അവിടെ പോയിട്ട് അവരുടെ പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നാൽ പോരെ? എന്തിനാ അവിടെ പോയി പ്രതിഷേധം ഉണ്ടാക്കുന്നത്? പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണ്ടേ? ഇതിൽ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ മതങ്ങൾ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢമായ ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? 9.5 വർഷമായി, 9 വർഷം കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഒരു സ്കൂളിൽ പോയി ഒരു പ്രത്യേക മതത്തിൻ്റെ ആചാരങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനകളും ഇതാ ഞങ്ങൾ മറ്റുള്ള ആളുകളെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിക്കുന്നത്, എവിടെ ഒരു ചെറിയ പരാതി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ച ആളുകളാണ്. നമുക്കെല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാവും. ആരെങ്കിലും ഒരാളോട് നിർബന്ധമായിട്ട് നിങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലണം എന്ന് ഏതെങ്കിലും സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞായിട്ട് നമുക്കറിയോ? പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കും ന്യൂനപക്ഷങ്ങളല്ലാത്തവർക്കും ഒക്കെ തുടങ്ങാൻ ഇവിടെ അവകാശമുണ്ട്. നമ്മുടെ ഭരണഘടന അതിന് അവകാശം നൽകുന്നുണ്ട്, മൗലികമായ അവകാശമാണ്. ആ ഭരണഘടനയിലെ ആ ആർട്ടിക്കിൾസ് ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം വ്യത്യസ്ത ഭാഷാ ന്യൂനപക്ഷങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ അവരൊക്കെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങും. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അവരുടെ, അതുപോലെ തന്നെ നമുക്കറിയാം ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ് അവരുടെ വിശ്വാസം. ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിൽ അവർക്ക് ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ആ വിശ്വാസപരമായ ആചാരങ്ങൾ നിലനിർത്താൻ അവകാശമുണ്ട്. ഞാനിപ്പോൾ ഒരു ഹിന്ദു സ്കൂളിൽ പഠിച്ചാലും ഒരു മുസ്ലിം സ്കൂളിൽ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളിൽ പഠിച്ചാലും എൻ്റെ മതപരമായ ആചാരങ്ങൾ നിർവഹിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അത് നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. വേറൊരു മതത്തിന്റെ വിശ്വാസത്തിലേക്ക് ഞാൻ പോകണമെന്ന് എന്നോട് നിർബന്ധിക്കാനും ആർക്കും അവകാശമില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന സംഭവമല്ലേ? ഇതൊക്കെ നാട്ടിൽ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമല്ലേ? എന്നിട്ട് ഇപ്പൊ വെച്ചിട്ട് എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്, ആ പരാതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഞാനൊക്കെ സെക്കുലർ ആക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ മതങ്ങളെ കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. മതങ്ങളെ കൊണ്ടല്ല ഇവിടെ കുഴപ്പം. ഇവിടെ ഇതുപോലത്തെ മന്ത്രിമാരും ബാക്കിയുള്ള ആളുകളും വന്നിട്ട് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുഴപ്പം. അപ്പൊ സുംബ ഡാൻസ് നേരത്തെ പരാമർശിച്ചു, ഞാൻ അതിലേക്ക് വരികയാണ്. അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, ചെയ്യണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. സുംബ ഡാൻസ് കളിച്ചാൽ നമ്മുടെ നാട്ടിലെ ലഹരി ഇല്ലാതാകും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ശാസ്ത്രീയമായിട്ട് ആ ഡാൻസ് കളിച്ചാൽ ലഹരി ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അത് അവർക്ക് വിശ്വസിക്കാനുള്ള അവകാശം കൊടുക്കുക.
ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാത്ത ആളുകൾ പല മതത്തിലുണ്ട്, പല വിശ്വാസത്തിലുണ്ട്. അങ്ങനെ ഡാൻസ് കളിച്ചാൽ ലഹരി പോകൂല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഡാൻസ് കളിച്ചാൽ ഡാൻസ് കളിക്കാൻ വേണ്ടി ലഹരി ഉപയോഗിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നാട്ടിൽ മുഴുവൻ കള്ളുഷാപ്പ് തുറന്നിട്ട് 29 ബാർ ഉണ്ടായിരുന്നത് 1000-ഓളം ബാറുകളാക്കി മാറ്റിയിട്ട് മുഴുവൻ സ്ഥലത്തും മദ്യവും ലഹരിയും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് കുട്ടികൾ സ്കൂളിൽ പോയിട്ട് സുംബ ഡാൻസ് കളിച്ചാൽ ലഹരി പോകും എന്ന് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർക്ക് അത് ശ്രീ ഷാഹുൽ ഹമീദ് നമ്മൾ ആ സുംബയുടെ വിഷയത്തിൽ തന്നെയാണ്. സുംബ പറയുമ്പോൾ താല്പര്യമില്ലാത്തവർക്ക് സുംബ പഠിക്കാൻ നിർബന്ധിക്കണമെന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് മന്ത്രിയും പറയുന്നത്. ഇങ്ങനെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അന്യമതത്തിൽ നിൽക്കുന്ന കുട്ടികളെ നിർബന്ധിക്കുന്നു എന്നുള്ളത് താങ്കൾ പഠിച്ച കാലമോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാലമോ ഒന്നുമല്ല. റിലീജിയസ് സെന്റിമെന്റ്സ് ഇപ്പോൾ കൂടുതലാണ്. സ്വാഭാവികമായിട്ട് ഈ പരാതികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഒരുപക്ഷെ പണ്ടുണ്ടാവുകയില്ല. ഇത് നിഷ്കളങ്കമായിട്ട് കുട്ടികൾ വിദ്യാലയങ്ങളിൽ പോവുകയും പഠിക്കുകയും ചെയ്തു വന്നിട്ടുണ്ടാകാം. ഇപ്പോൾ പക്ഷെ ആ സാഹചര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ കാര്യത്തിലും നിർമാല്യം പോലൊരു സിനിമ ഇപ്പോൾ ഇറങ്ങാൻ കഴിയില്ലെങ്കിൽ ഈ പ്രാർത്ഥനയെ ഇങ്ങനെ എടുക്കാൻ ചിലപ്പോൾ രക്ഷിതാക്കൾക്കോ കുട്ടികൾക്കോ കഴിയുന്നുണ്ടാവില്ല. അതെങ്കിലും അംഗീകരിക്കണ്ടേ? അപർണ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതുപോലത്തെ ഒരു പരാതി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഒരു ക്രിസ്ത്യൻ വിദ്യാലയത്തിൽ ക്രിസ്ത്യൻ വിദ്യാർത്ഥികളല്ലാത്ത ഒരാളെ ക്രിസ്ത്യൻ പ്രാർത്ഥന ചെല്ലിച്ചു എന്ന്, അല്ലെങ്കിൽ ഒരു NSSന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഹിന്ദുക്കളല്ലാത്ത വിദ്യാർത്ഥികളെ അവിടെ ഹൈന്ദവ പ്രാർത്ഥന ചെല്ലിച്ചു എന്ന്, അതല്ലെങ്കിൽ ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ മുസ്ലിം അല്ലാത്ത ഒരു വിദ്യാർത്ഥിയെ മുസ്ലിം പ്രാർത്ഥന ചെല്ലിപ്പിച്ചു എന്ന് ഒരു പരാതി അടുത്ത കാലത്ത് എവിടെയെങ്കിലും ചെറിയൊരു കാര്യം ഉണ്ടായാൽ അത് വലിയ പ്രശ്നമായി മാറുന്ന രാജ്യമാണല്ലോ, സംസ്ഥാനമാണല്ലോ നമ്മുടെ സംസ്ഥാനം. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ മുസ്ലിം മാനേജ്മെന്റിൽപ്പെട്ട ആളുകൾ അവരുടെ സ്വകാര്യമായ കാര്യങ്ങൾ ആ പ്രാർത്ഥന അവർക്ക് നടത്തോ, ക്രിസ്ത്യാനികൾക്ക് അത് നടത്താം, ഹിന്ദുക്കൾക്ക് അത് നടത്താം. അവർക്കൊക്കെ അവകാശം ഭരണഘടന നൽകുന്ന അവകാശമാണ്. വേറൊരാളുടെ പ്രാർത്ഥന എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ അവിടെ പോയി പ്രതിഷേധിക്കുമ്പോഴാണ് അവരുടെ മതപരമായ വിശ്വാസ പ്രമാണങ്ങളെ നമ്മൾ അവഹേളിക്കുക. നമ്മൾ പരസ്പരം ബഹുമാനിക്കാനാണ് പഠിക്കേണ്ടത്. ഹിന്ദുക്കളെ മുസ്ലിങ്ങളും, മുസ്ലിങ്ങളുടെ പ്രാർത്ഥനകളെ ക്രിസ്ത്യാനികളും, ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകളെ മുസ്ലിങ്ങളും ഒക്കെ ബഹുമാനിക്കാനാണ് പഠിക്കേണ്ടത്. അവിടെ ക്രിസ്ത്യാനികൾ പ്രാർത്ഥന ഇല്ലുണ്ട്, അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തോട് ചെയ്യുന്ന അവഹേളനമാണ്. അത് ചെയ്യാൻ പാടില്ല. വരിയൊന്ന് ഫ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. സ്വകാര്യ മാനേജ്മെന്റുകളടക്കം ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശം ഉപയോഗിച്ചുകൊണ്ട് കൂടിയാണ് അത് ഏത് സമുദായത്തിലാണെങ്കിലും ആ സമുദായത്തിന്റെ പ്രാർത്ഥന അവിടെ ചൊല്ലുന്നത്. അപ്പൊ അവരുടെ സ്കൂളുകളിൽ ആ പ്രാർത്ഥന നടപ്പിലാക്കാനും അത് പ്രാർത്ഥിക്കാനും അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ടോ? അങ്ങനെ ഒരാൾക്ക് ഉത്തരവാദിത്തമല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. ചെയ്യുകയാണെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് ആണ്. നമ്മൾ ഒരു മതത്തിലെ ഒരു കുട്ടീനെ കൊണ്ടുപോയിട്ട് വേറൊരു മതത്തിന്റെ പ്രാർത്ഥന ചെല്ലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും കേരളത്തിൽ നടക്കൂലെന്ന്. കേരളത്തിൽ എവിടെയും നടക്കില്ല. അവന്റെ വിശ്വാസത്തിനെതിരായിട്ട് വേറൊരാൾ, ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ പ്രാർത്ഥന ചൊല്ലിപ്പിച്ചു എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നാൽ എനിക്ക് വികാരം ഉണ്ടാവൂലേ? അതുപോലെ കേരളത്തിൽ ഓരോ പൗരനും വികാരം ഉണ്ടാവൂലേ? നമ്മളത് പരാതി കൊടുക്കൂലേ? അപ്പൊ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം ഉണ്ടാവാൻ പാടില്ല. അതിന്റെ പേരിൽ ഓരോ സമയത്ത് അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരിക്കൽ ചിലപ്പോൾ ഹിന്ദു വർഗീയത ഉണ്ടാക്കുക, ചിലപ്പോൾ മുസ്ലിം വർഗീയത ഉണ്ടാക്കുക, ചിലപ്പോൾ ക്രിസ്ത്യൻ വർഗീയത ഉണ്ടാക്കുക. അതിലൂടെ ഇപ്പൊ അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വർഗീയത ഇളക്കി വിടാൻ വേണ്ടി സുംബ ഡാൻസിനെ പോലെ തന്നെ ഇപ്പൊ പുതിയ ഒരു പരിപാടിയായിട്ട് വന്നേക്കാം. ഞാൻ സുംബ ഡാൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം മാത്രം പറയും. അപ്പോൾ റഷീദ് എന്ന് പറഞ്ഞ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അയാൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? എന്തിനാളെ സസ്പെൻഡ് ചെയ്യണ്? അയാൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് അയാൾ പറഞ്ഞത്. അയാളെ മകളെ ഡാൻസ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ അങ്ങോട്ട് വരണമെന്നും നിങ്ങളുടെ മകളെ ഡാൻസ് ചെയ്യണമെന്നും പറയാൻ ആരാണ് വിദ്യാഭ്യാസ മന്ത്രി? വിഭാഗം പക്ഷെ ആ വിഷയത്തിനകത്ത് സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതി അല്പവസ്ത്രം ധരിച്ച് നടക്കുന്ന തുള്ളലാണ് എന്ന് കൂടി പറഞ്ഞു. അതിനല്ലേ നടപടി, അല്ലാതെ അദ്ദേഹം പങ്കെടുക്കാത്തത് കൊണ്ടല്ലോ. അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ അതിന് പോണില്ല. നടപടി ഉണ്ടായത് അതിനല്ല. ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം എനിക്കുമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പൊ യഹോവ സാക്ഷികൾ ദേശീയ ഗാനം ചൊല്ലുന്നില്ല എന്ന് പറഞ്ഞ് അവർക്കെതിരായിട്ട് സർക്കാർ കേസെടുത്തു. സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ദേശീയ ഗാനമാണെങ്കിൽ പോലും വിയോജിക്കാനുള്ള അവകാശം ഓരോ പൗരനുണ്ട്.
അവർ ദേശീയ ഗാനം ചൊല്ലണമെങ്കിൽ ചൊല്ലണ്ട എന്നാ സുപ്രീം കോടതി പറഞ്ഞത്. അതാ നമ്മുടെ നാട്ടിലെ ഭരണ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ. അതാ നമ്മുടെ നാട്ടിലെ ശരി, ഓക്കെ, ശരി, ഓക്കെ. അപ്പോൾ ഞാൻ തിരികെത്താം.